Stars on Air. Stars on Air. The Celebrity Talk Show. With RJ Tushara. റേഡിയോ മലയാളം 98.6 ഇത് സ്റ്റാർസ് ഓൺ എയറിന്റെ ടൈം ആണ്. കൂടെയുണ്ട് RJ തുഷാര. നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ സിനിമ തന്നെയാണ് ഒരു എല്ലാത്തിനുമുള്ള ഒരു ഉത്തരമായിട്ട് വന്നിരിക്കുന്നത്. കാരണം ഈ സിനിമ വരുന്നതിന് മുൻപായിട്ടുമുള്ള ഡിസ്കഷൻസിലാണെങ്കിലും ഇപ്പോൾ തിയേറ്ററിൽ സക്സസ്ഫുള്ളി റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്ന ഓരോ ആളുകളുടെയും മുഖത്തുള്ള ആ ഒരു സന്തോഷവും ആ ഒരു എക്സൈറ്റ്മെന്റും ഓൾ താങ്ക്സ് ടു യു അദ്വൈത്. ഡയറക്ടർ അദ്വൈത് ആണ് നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത്. വെൽക്കം ടു സ്റ്റാർസ് ഓൺ എയർ. Thank you so much, Shara. ശരിക്കും ചത്തപ്പച്ച എന്ന സിനിമ ഐ ഹാവ് ടു ടെൽ യു ഇറ്റ്സ് ലൈക്ക് ഒരു ഗിഫ്റ്റ് ഫോർ ഓൾ ദ മൂവി ലവേഴ്സ് ബിക്കോസ് ഐ തിങ്ക് ഞാൻ റൈറ്റ് ആഫ്റ്റർ ദ മൂവി ഐ ടെക്സ്റ്റഡ് യു ആൻഡ് ഐ വാസ് ലൈക്ക് ദർ സോ മച്ച് എന്താ പറയുക ഒരു ഐ ഡോണ്ട് നോ വാട്ട് ഇസ് ദ വേർഡ് ഫോർ ഇറ്റ് ദി കൈൻഡ് ഓഫ് എന്റർടൈൻമെന്റ് ദാറ്റ് യു ഹവ് ഗിവൻ us, the kind of nostalgia that you've given us. From all the movie lovers, a big thank you for gifting us something like Chattapacha. Hey, thank you so much, and thank you to everyone for giving me this opportunity. Chattapacha is ഒരു വെരി അൺകൺവെൻഷണൽ ആയിട്ടുള്ള ഒരു ഡെബ്യൂ തന്നെ പറയാം. ഈ റെസ്ലിംഗ് എന്ന ഒരു തീം അല്ലെങ്കിൽ വൈ വാസ് റെസ്ലിംഗ് എ പാർട്ട് ഓഫ് യുവർ ഫസ്റ്റ് ഫിലിം? അതിന് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ റീസൺ ഉണ്ടോ? At the ഫണ്ടമെന്റൽ ലെവൽ റെസ്ലിംഗ് ഒക്കെ എന്റെ ഒരു ചൈൽഡ്ഹുഡ് നൊസ്റ്റാൾജിയുടെ ഒരു ഭാഗമാണ്. ഞാൻ പണ്ട് സം മൈ ചൈൽഡ്ഹുഡ് ഇയേഴ്സ് സ്പെന്റ് ഇൻ ചെന്നൈ ലിവിംഗ് വിത്ത് കസിൻസ്. അപ്പോ നമ്മള് അന്ന് ഈ WWE കണ്ട് ആ ഒരു ക്രേസില് ഈ ഷോസ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞാനും എന്റെ കസിൻസും ബെഡ്റൂമിൽ പോയിട്ട് പിന്നെ അവരെന്നെ കഴുത്തിനിട്ട് പിടിച്ച് കബേർഡിന് മേളിൽ നിന്ന് എടുത്ത് എറിയുന്നു, ബീൻ ബാഗിലേക്ക് ഞാൻ വീഴുന്നു, ഓരോ സ്റ്റൺസ് ഒക്കെ ചെയ്യുന്നു, ഒരു ക്യാരക്ടേഴ്സ് ഒക്കെ മാറുന്നു. അമ്മയുടെ സൽവാറിന്റെ ഷോളൊക്കെ എടുത്ത് നമ്മള് കേപ്പായിട്ട് യൂസ് ചെയ്യുന്നു. അങ്ങനത്തെ ഒക്കെ ഒരു നൊസ്റ്റാൾജിയ ഒക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. ഇപ്പം നോട്ട് ജസ്റ്റ് ഫോർ ഈ ഒരു 90s and 2000s കിഡ്സ്. ഇപ്പം ഞാൻ കസിൻസിന്റെ ഒപ്പം തന്നെ എന്റെ അപ്പനും എന്റെ ഒപ്പം ഇത് കാണുമായിരുന്നു. ഇപ്പൊ അവര് കണ്ടിട്ടില്ലെങ്കിലും അവർക്ക് ഞാൻ ഇപ്പം വേറെ പേരൻസിന്റെ അടുത്തൊക്കെ സംസാരിക്കുവാണെങ്കിൽ അവരും ആദ്യം പറയും, ഓഹ് എന്റെ ദൈവമേ എന്റെ മോന് ഇതൊക്കെ ചെയ്യുമായിരുന്നു, ഭയങ്കര തലവേദനയായിരുന്നു ഇതൊക്കെ എന്ന് പറയുമ്പോ they all have some sort of like nice memories associated with it. അപ്പം ആ ഒരു നൊസ്റ്റാൾജിയയിലേക്ക് ടാപ്പ് ഇൻ ചെയ്യാനും കൂടിയായിരുന്നു ഇത് ചെയ്തത്. അമേസിംഗ്. ഓൾറൈറ്റ്. എന്തായാലും അത് നല്ല രീതിയിൽ ടാപ്പ് ഇൻ ചെയ്തു. കാരണം അത്രയ്ക്ക് ഗംഭീരമായിട്ടുള്ള റെസ്പോൺസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഈ സിനിമ ഡയറക്ട് ചെയ്യുന്ന സമയത്ത് ഓഫ് കോഴ്സ് ഇറ്റ് വുഡ് ഹാവ് ബീൻ വെരി വെരി ഒരു അമേസിംഗ് ആയിട്ടുള്ള ഫീലിംഗ്. ബട്ട് ലെറ്റ് മീ ആസ്ക് യു, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വാസ് ദെയർ എ പെർട്ടിക്കുലർ മൊമെന്റ് വെൻ യു സെഡ് ഓക്കെ ദിസ് ഇസ് വൈ ഐ ആക്ച്വലി വാണ്ടഡ് ടു ബിക്കം എ ഡയറക്ടർ? Oh, so much. എനിക്ക് there's not one particular point that I can talk about specifically. കാരണം എനിക്ക് തോന്നുന്നു മെയിൻ ആയിട്ട് ഇപ്പം നമ്മളൊക്കെ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടാണ് ഇപ്പൊ ഒരു ഫീച്ചർ ഫിലിം ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യുമ്പോൾ ഇറ്റ്സ് മാക്സിമം ഒരു 2-3 ഫ്രണ്ട്സും നമ്മളും ഒക്കെയാണ്. പിന്നെ നമ്മളാണ് എല്ലാം ചെയ്യുന്നത്. എന്നിട്ട് അവസാനം ഒരു ഫീച്ചർ ഫിലിമിലേക്ക് വരുമ്പോൾ യു ഹാവ് സോ മെനി പീപ്പിൾ ടു ഹെൽപ്പ് യു. ഐ വാസ് വൺ ഓഫ് ദ ഫ്യൂ ഡെബ്യൂട്ടാൻസ് ഈ ഒരു പ്രോജക്റ്റിൽ. ബാക്കിയെല്ലാം എന്റെ ക്രൂവിന്റെ ലിസ്റ്റ് നോക്കുവാണെങ്കിൽ എല്ലാവരും ഭയങ്കര എക്സ്പീരിയൻസ്, ഭയങ്കര ഇറ്റ്സ് വെരി ബിഗ് നെയിംസ്. എന്റെ DOP ആണെങ്കിലും ആർട്ട് ഡയറക്ടർ ആണെങ്കിലും മ്യൂസിക്, കോസ്റ്റ്യൂം, എല്ലാരും. സോ ഇവരൊക്കെ ഞാൻ കൊടുക്കുന്ന ഒരു ബ്രീഫ് എടുത്തിട്ട് അതിനെ അങ്ങ് എലിവേറ്റ് ചെയ്യുന്ന കാണുമ്പോഴാണ് ദാറ്റ്സ് വെൻ അപ്പോഴായിരുന്നു എനിക്ക് ഒരു മൈ ഗോഡ് ദിസ് ഇസ് എ മാജിക് ഓഫ് സിനിമ എന്നൊന്ന് ഫീൽ ചെയ്തു പോകുന്നത്. ആൻഡ് അതേപോലെ എന്റെ ആക്ടേഴ്സും അവര് ദേ വർ വില്ലിംഗ് ടു ഗോ as far as they had to like best portray these roles. അപ്പൊ അവര് ചില സ്റ്റൺസിലൊക്കെ നമുക്ക് മറ്റേ സ്റ്റണ്ട് ഡബിളിനെ വെച്ച് ഈ ഷോട്ട് ചെയ്താലോ എന്നൊക്കെ പറയുമ്പോഴും അവരാണ് enthusiastically പറയുന്നത് വേണ്ട ഇത് നമ്മൾ ചെയ്തോളാം, റോപ്സ് ഒന്നും വേണ്ട പറഞ്ഞു. ടു സീ അതർ പീപ്പിൾ ഗോയിങ് above and beyond their call of duty for a film like this, അപ്പോഴാണ് എനിക്കും ഒരു ഫീലിംഗ് വന്നു വെച്ചു, മൈ ഗോഡ് ദിസ് ഇസ് വാട്ട് ഇറ്റ്സ് ഓൾ അബൌട്ട്. ഈ ഒരു സെൻസ് ഓഫ് കൊളാബറേഷൻ ഇസ് വാട്ട് ഇറ്റ്സ് ഓൾ അബൌട്ട്. ആ ഒരു കൊളാബറേഷൻ വി കുഡ് സീ ഓൺ ദ സ്ക്രീൻ ബിക്കോസ് ഐ തിങ്ക് ഇപ്പം എവറി എലിമെന്റ് ഓഫ് ദ മൂവി, ബി ഇറ്റ് ദ മ്യൂസിക് ആയാലും ദ കോസ്റ്റ്യൂംസ് അഗൈൻ എവറിത്തിങ് വാസ് സോ ലൈക്ക് ടോപ്പ് നോച്ച് എന്ന് നമുക്ക് പറയാമല്ലോ. അങ്ങനത്തെ രീതിയിലായിരുന്നു. സോ ടു ദി എൻറ്റയർ ടീം ദിസ് സക്സസ് ബിലോങ്സ് ടു ദി എൻറ്റയർ ടീം ഡെഫിനറ്റ്ലി. ചത്തപ്പച്ച എന്നീ ഒരു സിനിമയിൽ അദ്വൈത് എന്ന ഡയറക്ടർ എടുത്തിട്ടുള്ള ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു ക്രിയേറ്റീവ് റിസ്ക് എന്തായിരുന്നു? ഒരു ക്രിയേറ്റീവ് റിസ്ക് ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് നമ്മൾ ഇവിടെ മലയാളത്തിൽ ട്രൈ ചെയ്യുന്നത് തന്നെയായിരുന്നു എനിക്ക് തോന്നിയ ഒരു വലിയൊരു ഹെൽത്തി എമൗണ്ട് ഓഫ് റിസ്ക് ആണ്. കാരണം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഭയങ്കര ഒരു വെസ്റ്റേൺ കോൺസെപ്റ്റ് ആണ്. ബട്ട് നമുക്കൊരു ക്ലിയർ പ്ലാനും കൂടെ ഉണ്ടായിരുന്നു എങ്ങനെയാണ് നമുക്ക് നമ്മുടെ കേരളത്തിലുള്ള ഒരു സെറ്റിംഗിലേക്ക് ഒന്ന് റൂട്ട് ചെയ്യാൻ പറ്റുമോ. അപ്പൊ
കാരണം ഞാൻ ആക്ച്വലി ഈ കഥയുടെ ഫസ്റ്റ് വേർഷൻ എഴുതിയത് 2019 ഓക്കെ. അന്നത്തെ സ്ക്രിപ്റ്റിന്റെ വേർഷന്റെ ഇറ്റ് വാസ് കുറെ കൂടി ഒരു സീരിയസ് വേർഷൻ ഓഫ് ദി സ്റ്റോറി ആയിരുന്നു. ഇപ്പൊ തുഷാര ഇപ്പൊ ഫൈനലി തിയേറ്റേഴ്സിൽ കണ്ട ഒരു സെലിബ്രേറ്ററി ഫിലിം ആയിരുന്നില്ല. കുറെ കൂടെ സ്റ്റൈലിസ്റ്റിക്, കുറെ കൂടെ ഗ്രിറ്റി, ഡാർക്ക്, അങ്ങനത്തെ ഒരു സ്പേസിലായിരുന്നു. ആൻഡ് അന്ന് ആൾക്കാരോട് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിന്റെ അടുത്തൊക്കെ പിച്ച് ചെയ്യുമ്പോൾ അവർക്കൊട്ടും റിലേറ്റബിൾ ആവുന്നില്ലായിരുന്നു. അവരൊക്കെ ചോദിക്കുന്ന ഇത് ഇവിടെ നടക്കുന്ന ആര് വിശ്വസിക്കാനാണ്. ആൻഡ് ഐ തിങ്ക് ടു എ ഹ്യൂജ് എക്സ്റ്റെന്റ് അവർക്ക് ദേ ഹാഡ് എ പോയിന്റ് as well. അങ്ങനെയാണ് ഞാൻ പിന്നീട് എന്റെ റിയൽ വേൾഡ് എന്റർടൈൻമെന്റിന്റെ സപ്പോർട്ടോട് ഞാൻ ഇത് വീണ്ടും ഒന്ന് റീറൈറ്റ് ചെയ്ത് തുടങ്ങിയപ്പോഴായിരുന്നു എനിക്ക് ഒരു ഐഡിയ വന്നത് ദാറ്റ് നമുക്ക് എന്തെങ്കിലും വെൻ യു ടേക്ക് ഓഡിയൻസസ് ടു ഫാർ അവേ കോൺസെപ്റ്റ് ലൈക്ക് ഈ ഒരു വെസ്റ്റേൺ WWE റെസ്ലിംഗ് ടൈപ്പ് കൊണ്ടുപോകണമെങ്കിലും എന്തെങ്കിലും ഇവിടെ ഒരു ആങ്കറിംഗ് എലമെന്റ് വേണം നമുക്കൊന്ന് റിലേറ്റബിൾ ആക്കാൻ. ആ ഒരു ആങ്കറിംഗ് റിലേറ്റബിൾ എന്റെ മനസ്സിൽ വന്ന വേഴ്സ് ഗാട്ടാ ഗുസ്തി. ഗാട്ടാ ഗുസ്തിയുടെ ഒരു സൗത്ത് ഇന്ത്യൻ ഹബ്ബും കൂടെയാണ് നമ്മുടെ ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി. അതുകൊണ്ടാണ് നമ്മൾ അത് അവിടെ പ്ലേസ് ചെയ്തത്. അനദർ reason is that Fort Kochi Mattancherry is a community where a lot of different cultures blend. നമുക്കൊരു ഗുജറാത്തി സ്ട്രീറ്റ് ഉണ്ട്, നമുക്കൊരു കൊങ്കണി കമ്മ്യൂണിറ്റി ഉണ്ട്, നമുക്ക് ആംഗ്ലോ ഇന്ത്യൻസ് ഉണ്ട്, മലയാളികളുണ്ട്, തമിലിയൻ കമ്മ്യൂണിറ്റി ഉണ്ട്. എല്ലാത്തിന്റെ ഒരു അടിപൊളി ഒരു മിക്സ് ആണ്. ദാറ്റ്സ് വൈ യു സീ നമ്മുടെ ഈ സിനിമയിലെ ഒരു ക്യാരക്ടേഴ്സും പല ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്നാണ്, ഡിഫറെന്റ് റിലിജിയൻസ്, ഡിഫറെന്റ് ക്യാരക്ടേഴ്സ്, ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളത്. അപ്പൊ നമ്മൾ ആ ഒരു ഈ ക്യാരക്ടേഴ്സും ആണെങ്കിൽ കുട്ടിക്കാലത്ത് ആസ് യു സീൻ ഇൻ ദ ഫിലിം അവര് ഗാട്ടാഗുസ്തി പഠിച്ചാണ്. ഗാട്ടാഗുസ്തിയുടെ ആ ഒരു റിലേറ്റബിൾ ആ ഒരു ബേസിൽ നിന്ന് അവര് ടിവിയില് കുട്ടിക്കാലത്ത് ആദ്യമായിട്ട് ഈ ഒരു WWE റെസ്ലിംഗ് കണ്ടപ്പോ അവരതിനെ കണ്ട വേറൊരു രീതിയിലാണ്. ഇത് നമ്മുടെ ഗാട്ടാഗുസ്തിയുടെ തന്നെ കുറച്ചുകൂടി ഒരു ഫാൻസി വേർഷൻ അല്ലേ. അതുകൊണ്ട് തന്നെയാണ് സിനിമയിൽ അതിനെ അവര് കോസ്റ്റ്യൂം ഗുസ്തി എന്ന് വിളിക്കുന്നത്. സോ ദാറ്റ് വാസ് ഹൗ വി സോർട്ട് ഓഫ് ലൈക്ക് മാനേജ്ഡ് ആ ഒരു റിസ്ക് എലമെന്റ് in this story. The actors that have done such a mind blowing job. ഓരോ ആക്ടറും is so important, ഓരോ ക്യാരക്ടറും is so important, and it will be difficult, but എന്നാലും പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് എടുത്ത് പറയാൻ പറ്റിയ ഒരു ക്യാരക്ടർ ഏതായിരിക്കും അദ്വൈത്തിന്റെ ഇതില്? അയ്യോ, എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടൊന്നും അറിഞ്ഞൂടെ എങ്ങനെ പറയാം. പക്ഷെ ഇഫ് ഐ ഹാഡ് ടു പിക്ക്, എനിക്ക് ആക്ച്വലി ഓൾ തിങ്സ് കൺസിഡേർഡ് ഇറ്റ് വുഡ് ഹാവ് ടു ബി ഈദർ സാവിയോ അല്ലെങ്കിൽ ലിറ്റിൽ. അങ്ങനെ, കാരണം വേറൊന്നുമല്ല, ലിറ്റിലാണ് ഈ ഒരു കഥയുടെ ഒരു തുടക്കം. Like he gets us started off, right? He's the heart of the story. He's the emotional anchor of the story. ഇപ്പൊ വെട്രി എന്നുള്ള റോഷൻ മാത്യുവിന്റെ ക്യാരക്ടറിന് പോലും പുള്ളിക്കാരൻ അധികം ചിരിക്കാറില്ല. പക്ഷെ തന്റെ അനിയൻ ലിറ്റിലിനെ കാണുമ്പോൾ ചിരിച്ചു. അത്രയും ഹി ഈസ് ഒരു എല്ലാരെയും ലൈക്ക് ഐ സെഡ് ഹീസ് എൻ ഇമോഷണൽ ആങ്കർ. ആൻഡ് സാവിയോ എന്നുള്ള ഒരു ക്യാരക്ടർ ഒബ്വിയസ്ലി നമ്മുടെ ഒരു പ്രൊട്ടാഗണിസ്റ്റില് വൺ ഓഫ് ദ പ്രൊട്ടാഗണിസ്റ്റ് ആണ്. ആൻഡ് ഭയങ്കര കുറെ ലേയേഴ്സ് ഉണ്ട്. നമ്മള് ബാക്കി ചുറ്റുമുള്ള പ്രശ്നങ്ങളൊക്കെ മറന്ന് he has a lot of trauma that he's dealing with and everything, but he is someone who lives for his friends. He's someone who lives for his little girl that he's raising. അതിന്റെ ഒരു ബ്യൂട്ടി, ഒരു പെയിൻഫുൾ ഒരു ബ്യൂട്ടി ആണല്ലോ. അതുകൊണ്ട് തന്നെ അത് നമ്മൾ എഴുതുമ്പോഴും അത് എൻജോയ് ചെയ്തായിരുന്നു. കാരണം ഈ കഥ ഭയങ്കര സെലിബ്രേറ്ററി ആണ്, ഭയങ്കര കളർഫുൾ ആണ്, മാസ് ആണ്. ഇതിലൊരു ഹ്യൂമൻ ഇമോഷൻസിലേക്കൊക്കെ എനിക്ക് എപ്പോഴൊക്കെ ടാപ്പ് ഇൻ ചെയ്യാൻ പറ്റിയായിരുന്നു. അതൊക്കെ ഞാൻ ശരിക്കും എൻജോയ് ചെയ്തായിരുന്നു. അങ്ങനെ, സോ that doesn't mean that I don't like Vetri or Cheriyan. Those are the most fun characters, right? കാരണം വെട്രി എപ്പോ പൊട്ടിത്തെറിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളത് എഴുതുമ്പോഴും we were surprising ourselves. And ചെറിയാൻ എന്നുള്ള വിശാഖ് നായരിന്റെ ക്യാരക്ടർ ഇപ്പോ as you know in most stories hero characters no rules ഉണ്ട്. They are heroes, they are supposed to live lawfully. Villains no rules ഇല്ലല്ലോ. ആ ഒരു ഫ്രീഡം വെച്ചിട്ടായിരുന്നു വിശാഖും ആ ഒരു ക്യാരക്ടറിനെ അപ്രോച്ച് ചെയ്തത്. അപ്പൊ ഇതൊക്കെയാണ് ഒരു ഫൺ എലമെന്റ്സ്. ഇവരുടെ പേര് പറഞ്ഞില്ലെങ്കിൽ ഇവരുടെ കയ്യിൽ നിന്ന് ഇടി കിട്ടും എന്തായാലും. പിന്നെ ട്രെയിനും ചെയ്തിരിക്കുകയാണ്, ഒന്നും പറയാൻ പറ്റത്തില്ല അല്ലേ? ഓക്കെ, ഈ ഒരു സിനിമയുടെ ഫിലിമിന്റെ ഇടയിൽ വാസ് ദെയർ എ പെർട്ടിക്കുലർ സീൻ, ഏതെങ്കിലും ഒരു സീനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർഫോമൻസോ ദാറ്റ് മേഡ് യു ലിറ്ററലി സേ കുട്ടി മാമ ഞാൻ ഞെട്ടി മാമ? എനിക്കിപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ ഈ നോൺ ഫേസസ് അർജുന, അശോകൻ, റോഷൻ, വിശാഖ്, ഇഷാനൊക്കെ ദേ സ്ട്രോങ് ആക്ടേഴ്സ്. നമുക്ക് അതേപോലെ ഈ സിനിമയിൽ കുറെ ന്യൂ ഫേസസ് ഉണ്ട്. അവരെയും ഭയങ്കര ഒരു റിഗ്രസ് റൗണ്ട്സ് ഓഫ് കാസ്റ്റിംഗ് കഴിഞ്ഞിട്ടായിരുന്നു നമ്മള് ഈ ഫിലിമിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പൊ എനിക്കും അവർക്കും കിട്ടിയ ഒരു ചാൻസ് ആണ്. പക്ഷെ എന്നാലും എവ്രി വൺ വാസ് കോൺഫിഡന്റ് ദീസ് ഗൈസ് ആർ സ്ട്രോങ് പെർഫോമേഴ്സ്. ഇതിനേക്കാളൊക്കെ നമ്മളെ ഞെട്ടിച്ച ഒരാളുണ്ട്, നമ്മുടെ റോസ എന്നുള്ള ക്യാരക്ടർ പ്ലേ ചെയ്ത വേദിക ശ്രീകുമാർ. ഞാൻ പല സിനിമകളിലും അസിസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഐ നോ ഹൗ ഡിഫിക്കൾട്ട് ഇറ്റ് ക്യാൻ ബി ടു
get a solid performance out of children. Okay, okay. For multiple reasons. Vedika has a God-given sort of talent. പുള്ളിക്കാരി നമ്മളെ ശരിക്കും ഞെട്ടിച്ചു തുടങ്ങി പല സീൻസിലും. മെയിൻലി സെക്കൻഡ് ഹാഫ് തുടങ്ങുന്ന സമയത്ത് ആദ്യമായിട്ട് റോഷനെ കാണുന്ന ഒരു മൂമെന്റ് ഉണ്ടായിരുന്നു. If you remember this, റോഷനും മറ്റേ യെസ് റോഷനും ഭയങ്കര ഷോക്ക്ഡ് ആയിട്ടിരിക്കുന്നു, വേദികയും ഷോക്ക്ഡ് ആയിട്ട് നിൽക്കുന്നു. അധികം ഡയലോഗ്സ് ഒന്നുമില്ല. ആ ഒരു 5-10 സെക്കൻഡ്സിന്റെ ഒരു ലുക്ക് മാത്രമേ ഉള്ളൂ. ആൻഡ് അത് നമ്മുടെ ഒരു ഡേ 7 or 8 ഷൂട്ടിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ദാറ്റ് വാസ് സത്യമായിട്ട് ഞാൻ ലൈക്ക് തുഷാര പറഞ്ഞ പോലെ കുട്ടി മാമ ഞാൻ ഞെട്ടി മാമ അങ്ങനെ ആയിപ്പോയി. കാരണം എവിടുന്നാണ് നമുക്ക് ഈ കുട്ടീനെ നമുക്ക് കിട്ടിയത്? ഹൗ ഡിഡ് ഷി എൻഡ് അപ്പ് ഇൻ എ പ്രോജക്ട് ലൈക്ക് കാസ് എന്നുള്ള ഒരു വണ്ടർ അടിച്ചു നമ്മൾ. ഷീ ഈസ് സച്ച് എ നാച്ചുറൽ അല്ലേ, ലൈക്ക് ലിറ്ററലി ലൈക്ക് ഐ തിങ്ക് ഓൾ ദ മൊമെന്റ്സ് ദാറ്റ് ഷീ വാസ് ദേർ ഓൺ സ്ക്രീൻ എവരിബഡി വാസ് ലൈക്ക് ഭയങ്കര എന്താ പറയാ എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്നു. വാട്ട് ഇസ് ഷീ ഗോയിങ് ടു ഡു നെക്സ്റ്റ്, വാട്ട് ഇസ് ദ സീൻ ഗോയിങ് ടു ബി എന്ന് പറഞ്ഞിട്ട്. നമ്മളിപ്പോ തിയേറ്റർ വിസിറ്റ്സിനൊക്കെ പോകുമ്പോഴും എല്ലാവരുടെയും ലൗഡസ്റ്റ് ചിയേഴ്സ് ആർ ഫോർ റോസ. പുള്ളിക്കാരി ഭയങ്കര കോൺഫിഡന്റ് ആണ്. അപ്പൊ എവിടെ പോയാലും ഹലോ ഹൗ ആർ യു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് എല്ലായിടത്തും ഹാപ്പി ആയിട്ട് പോയി സംസാരിക്കും. Definitely, all of us enjoyed. Thank you for giving us such a character as well again, once again. Absolutely. അവിടെ എല്ലാവർക്കും ഒരു വലിയൊരു ലക്കായിരുന്നു അത്. ഈ ഒരു സിനിമയില് so many നേരത്തെ പറഞ്ഞ പോലെ so many nostalgic moments, so many wow moments ഉണ്ടായിരുന്നു. From the bird being named Brandy Orton to John Cena and You Can't See Me to Chokeslam to even Rey Mysterio 619 ഉൾപ്പെടെ there was so many moments when the whole theater was like ooh ahs and there was a lot of all that you could hear, you know. ശരിക്കും ആ ഒരു enthusiasm, your enthusiasm also നമുക്ക് സ്ക്രീനിൽ റിഫ്ലക്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. And that hit super hard. You grew up with that whole scene like where you ബെഡിൽ കയറി ചവിട്ടുന്നു, കബേർഡിനകത്ത് ഇടിച്ചിടുന്നു. പക്ഷേ to sort of bring that onto the screen അല്ലെങ്കിൽ bring that onto the big screen would have been a very challenging process also. അതിനെ എങ്ങനെയാണ് ആ ഒരു പ്രോസസ്സിനെ എങ്ങനെയാണ് കൊണ്ടുപോയത് സ്മൂത്ത് ആയിട്ട്? സത്യം പറഞ്ഞ എന്റെ വർക്ക് ഇതില് തുഷാർ നോക്കുവാണെങ്കിൽ ഇറ്റ്സ് വെരി മിനിമൽ. എനിക്ക് അവരെ ബ്രീഫ് ചെയ്താൽ മതി. എനിക്ക് ഇവരൊക്കെ ലൈക്ക് ഐ സെഡ് ദീസ് ആർ വെരി സ്മാർട്ട് പീപ്പിൾ ദാറ്റ് ഐ ഗോട്ട് ടു വർക്ക് വിത്ത്. എനിക്ക് അവര് തരുന്ന ഐഡിയാസ് വെച്ച് എനിക്കൊന്ന് ഫിൽറ്റർ ചെയ്ത് എനിക്ക് വേണ്ട രീതിയിൽ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. ബാക്കി എല്ലാ വർക്കും സത്യം പറയാമല്ലോ അവരാണ് ചെയ്തിരിക്കുന്നത്. ദേ ടുക്ക് ഓൾ ദാറ്റ് ഫിസിക്കൽ എഫേർട്ട്, ദേ ബ്ലെഡ് ഫോർ ദ ക്യാരക്ടേഴ്സ്. എന്റെ ടെക്നീഷ്യൻസ് ഒക്കെ ആണെങ്കിലും കുറെ സീൻസിലൊക്കെ നമ്മള് ആക്ടേഴ്സ് മാത്രമല്ല റോപ്സില് സ്റ്റൺസ് ചെയ്യുന്ന, ക്യാമറയും കൂടെ റോപ്പിലാണ്, ക്യാമറമാനും കൂടെ റോപ്പിലാണ്. അതെ അതെ സത്യം. നമ്മുടെ DOP അതേ ഡയലോഗ് പറയുമായിരുന്നു. സോ ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. നമുക്ക് ഈ ഒരു വാവ് മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ തന്നെ ഇപ്പൊ നമ്മള് WWE പറ്റി പറയാറുണ്ട് ദാറ്റ് ഇതൊക്കെ ഫേക്ക് ആണെന്ന്. ശരിയാണ്, ഇത് സ്ക്രിപ്റ്റഡ് ആണ്. ബട്ട് അതിന്റെ പിറകെ ഉള്ള ഒരു എഫേർട്ട് ഉണ്ടല്ലോ, ദാറ്റ് ഈസ് വെരി റിയൽ. ഇത് നമ്മുടെ അർജുൻ അശോകനും ഒക്കെ പല ഇന്റർവ്യൂസിലും പറയുന്നുണ്ട്. അതിന്റെ പുറകിലുള്ള എഫേർട്ട്. ഇപ്പൊ സ്ക്രിപ്റ്റഡ് പാർട്ട് ഇസ് ഓൺലി ദ ഡ്രാമ. ഈ ഒരു എന്തുകൊണ്ടാണ് ഇവര് ഈ രണ്ട് റൈവൽസ് തമ്മിലുള്ള ഒരു ഹേറ്റഡ് ഉള്ളത്, എങ്ങനെയാണ് അവര് റിങ്ങിലേക്ക് കയറിയത്, ഇയാള് ജയിച്ച എന്ത് സംഭവിക്കും, മറ്റേയാള് ജയിച്ച എന്ത് സംഭവിക്കും. പക്ഷെ വൺസ് യു ആർ ഇൻ ദ റിംഗ് ആൻഡ് യു ആർ ഫൈറ്റിംഗ്, ദി എഫേർട്ട് ഇസ് വെരി റിയൽ, ദി സ്വെറ്റ് ഇസ് റിയൽ, ദി ബ്ലഡ് ഇസ് റിയൽ, ദി എഫേർട്ട് ഇസ് വെരി റിയൽ. അപ്പൊ ദാറ്റ്സ് വൈ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്റെ നമ്മുടെ സ്റ്റൺ കൊറിയോഗ്രാഫർ കലൈ കിങ്സൺ കൊറിയോഗ്രഫി ചെയ്ത അതേ സേഫ് ആയിട്ട് പക്ഷെ ഭയങ്കര ഹൈ ഓക്ടൈൻ ആയിട്ട് ചെയ്ത ഒരു സ്റ്റൺസിലൊക്കെയാണ് നിങ്ങൾക്ക് ഈ ഒരു വാവ് ഫാക്ടർ ഫീൽ ചെയ്തത്. എനിക്ക് ആകെ ചെയ്യേണ്ടിയിരുന്ന റെഫറൻസസ് കാണിച്ചു കൊടുക്കണമായിരുന്നു, അല്ലെങ്കിൽ മാസ്റ്റർ ഇങ്ങനെ വേണ്ട, നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാലോ എന്നൊക്കെ ഇങ്ങനെ പറയണമായിരുന്നുള്ളൂ. അപ്പോഴൊക്കെ നമ്മുടെ ആക്ടേഴ്സ് ഒക്കെ ഒരു റീടേക്ക് ഒക്കെ ചോദിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്താലോ എന്നൊക്കെ ചോദിക്കുമ്പോ അവരെനിക്ക് തരുന്ന ഒരു നോട്ടുകളൊക്കെ ഉണ്ട്, എടാ എനിക്ക് ഇതും കൂടെ ചെയ്യണമല്ലേ, ഇത്രയും തന്നത് പോരെ എന്നൊക്കെ. അതെ, പക്ഷെ എന്നാലും they will get back up, they will say ready and let's go. അങ്ങനെ Otherwise we have to talk about ആ ആദ്യത്തെ ഫൈറ്റ് സീൻ, ആ ബീച്ചിൽ നടക്കുന്ന ഫൈറ്റ് സീൻ between Savio and Supra. It's so reminded me of Punjabi Houseലെ Ramanan and Sonia. Like I was like bro, I watched it with my brother. I was like oh my god, this is like of course Arjun Ashokan is doing that scene. I'm like oh my god, this is Ramanan and Sonia. I was like bro, did he do that deliberately or was it just like അങ്ങനെ നാച്ചുറലി സംഭവിച്ചൊരു സീനാണോ അത്? ഇല്ല,
സത്യം പറഞ്ഞാൽ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് എ ലോട്ട് ഓഫ് ഫാക്ടേഴ്സ്. നമ്മുടെ ബൈ ഡിസൈൻ ഇൻ ദ സ്ക്രിപ്റ്റ് നമുക്ക് പല ഫൈറ്റ്സും വേണ്ടിയിരുന്നു. അതിൽ ഏറ്റവും കോമിക് ആയിട്ടുള്ള ഫൈറ്റ്സ് വാസ് സപ്പോസ് ബി സാവിയോ വേഴ്സസ് സുപ്രൻ ബീച്ചില്, അതേപോലെ നമ്മുടെ അഷ്കർ വേഴ്സസ് വർക്കി റിംഗില്. അപ്പം സിൻസ് യു ആസ്ക്ഡ് അബൌട്ട് ദ ബീച്ച് ഫൈറ്റ്, എനിക്ക് വലിയൊരു ആഗ്രഹം, നമ്മളിപ്പോ ഓവർ ദ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് നമ്മളിപ്പോ ഫൈറ്റ്സിലോ അല്ലെങ്കിൽ ജനറലി ഇൻ മലയാളം സിനിമ നമുക്ക് എല്ലാ സമയത്തും നമുക്ക് എന്തെങ്കിലും ഒരു റിയലിസത്തില് റൂട്ട് ചെയ്യണമല്ലോ. ഇവിടെ ഒരു റിയലിസവും നോക്കണ്ടെന്ന് ഞാൻ പറഞ്ഞത്. കുറച്ച് സ്ലാപ്സ്റ്റിക് ആയാലും കുഴപ്പമില്ല. നമുക്ക് ആ ഒരു മൊമെന്റില് ഫാമിലീസ് ഒക്കെ ഒന്ന് ലൂസ് ആവണം, അവര് ചിരിക്കണം. കാരണം ഇത് കഴിഞ്ഞാൽ വരാൻ പോകുന്നത് വേറൊരു ടൈപ്പ് ഓഫ് ആക്ഷൻ ആണല്ലോ. അപ്പം ഐ വോണ്ടഡ് ടു എക്സ്പ്ലോർ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ആക്ഷൻ. നമ്മുടെ പിള്ളേരുടെ ഫൈറ്റ് ഉണ്ടല്ലോ തിയേറ്ററില് 2007 ചോട്ടാ മുംബൈ ഇറങ്ങിയ ദിവസം, ആ ഒരു അതില് കുറെ കൂടി ഒരു മാസ് ഫൈറ്റ്. അത് കഴിഞ്ഞിട്ട് ഈ ബീച്ചിൽ വരുമ്പോ ഭയങ്കര ഒരു സ്ലാപ്സ്റ്റിക് ഫൈറ്റ്. അപ്പൊ സോ മൈ ഇന്റൻഷൻ വാസ് ടു ഷേക്ക് അപ്പ് ദി ഓഡിയൻസസ് ഇൻ സച്ച് എ വേ ദാറ്റ് നമ്മൾ റിംഗിൽ എത്തുമ്പോഴത്തേക്ക് അവർ ഓൾറെഡി മറ്റേ ബോത്ത് എൻഡ്സ് ഓഫ് ദ സ്പെക്ട്രം കണ്ടിട്ടുണ്ട് ഇൻ ടേംസ് ഓഫ് ആക്ഷൻ. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്ന ഒരു പുതിയ സാധനം. Wow, that's crazy. That worked very well also actually. Yeah. So അതേപോലെ നമ്മൾ സുപ്രന്റെ ഈ ഒരു ആ പവറും ഓവർ ദ ടോപ്പ് സ്റ്റൺസും ഒക്കെ കാണുന്നതിന്റെ ഒരു ഗ്ലിംസും കൂടെയാണ്. കാരണം സുപ്രന്റെ അടുത്ത് നമ്മുടെ അർജുൻ അശോകനെ എയറിലേക്ക് അങ്ങ് എറിയുവാണല്ലോ. അതേ സാധനമാണ് പിന്നെ സുപ്രൻ കുരുവിനെ റിംഗിൽ ചെയ്യുന്നത്. സോ അതൊക്കെ ഒന്ന് സെറ്റപ്പ് കൂടെ ചെയ്യണമായിരുന്നു നമുക്ക്. മലയാളം സിനിമയെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും എക്സ്പെരിമെന്റുകളുടെ ഒരു കലവറ എന്ന് തന്നെ പറയാം. ആൻഡ് ദാറ്റ്സ് ബ്യൂട്ടിഫുൾ, റൈറ്റ്? സോ ഈ ഒരു വേവിൽ where do you see yourself fitting in as a director? I do not see myself as a part of it. Just ഞാൻ ഇപ്പോഴും ഭയങ്കര ഒരു ഇമ്പോസ്റ്റർ സിൻഡ്രോം ഫേസിലാണ് എന്റെ. ദാറ്റ് ഇതൊക്കെ ശരിക്കും സംഭവിക്കുകയാണോ, ഇത് ഞാൻ ഇപ്പോഴും ഇപ്പം റോഡിൽ ഡ്രൈവ് ചെയ്തപ്പോ കുറെ പോസ്റ്റേഴ്സ് നമ്മുടെ കാണുന്നുണ്ടായിരുന്നു. ഇന്ന് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എന്റെ അമ്മേനെ ഡ്രോപ്പ് ചെയ്യാൻ പോയപ്പോഴും അവിടെയും പോസ്റ്റേഴ്സ് ഒക്കെ വെച്ചിരിക്കുന്നു. അപ്പോഴൊക്കെ നമ്മൾ ഇത് വേറെ ആർക്കെയോ സിനിമയാണല്ലോ അങ്ങനത്തെ ഒരു ഫീലാണ്. അപ്പൊ ഐ എം ഇൻ നോ പൊസിഷൻ ടു even like at least not yet to consider myself as a part of the new wave of Malayalam cinema. കാരണം എത്രയോ സ്ട്രോങ് ഫിൽം മേക്കേഴ്സ് ഉണ്ട് നമുക്കിപ്പോ. ഞാൻ like there are so many filmmakers I look up to, including ഞാൻ അസിസ്റ്റ് ചെയ്ത എന്റെ ഗുരുക്കന്മാര്. അവരൊക്കെ ആണെങ്കിലും അപ്പൊ അവരുടെയൊക്കെ മുന്നില് നമ്മളൊന്നും അല്ല, ഇനി എത്രയോ ചെയ്യാനിരിക്കുന്നു. Someday hopefully if I get to make a film number 5 or 6 and all that and everything is done well, then I can maybe like sort of proudly say, you know, I am a very like clear part of this. So very like we keep trying, that's all. അപ്പൊ ഞാൻ വിളിക്കുന്നുണ്ട്, 5ാമത്തെ സിനിമ വരുമ്പോൾ ഞാൻ ഇതേ ചോദ്യവുമായിട്ട് ഞാൻ വിളിക്കും എന്തായാലും. Yes, please do. I actually have to talk about this because ഞാൻ ആദ്യം അദ്വൈത്തിന് മെസ്സേജ് അയച്ച സമയത്ത് അദ്വൈത് എനിക്ക് വോയിസ് നോട്ട് ആയിരുന്നു റെസ്പോൺസ് ആയിട്ട് അയച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ ആ വോയിസ് നോട്ട് കേട്ടപ്പോൾ ഞാൻ എന്റെ മനസ്സിൽ ആദ്യം വിചാരിച്ചത്, ഓ മൈ ഗോഡ്, ഹീസ് സോ കോൺഫിഡന്റ് ആൻഡ് ഭയങ്കര enthusiastic ആയിട്ടാണല്ലോ സംസാരിക്കുന്നത് എന്നുള്ളതായിരുന്നു. ആൻഡ് ദെൻ when I saw the movie I understood why you were so confident and why you were so enthusiastic about it. ആഫ്റ്റർ ഈ ഒരു സിനിമ കണ്ടതിന് ശേഷം കുറേയധികം പോസിറ്റീവ് ആയിട്ടുള്ള കമന്റുകളും കുറേയധികം കയ്യടികളും ഒക്കെ കിട്ടുന്നതിന്റെ ഇടയ്ക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കോമെന്റ് അല്ലെങ്കിൽ ഒരു കോൾ ഏതായിരുന്നു? You will have to be my mentors itself, my gurus. ഇപ്പൊ ഞാൻ അസിസ്റ്റ് ചെയ്തിട്ടുള്ള all the people I consider my mentors, ഗീതു മോഹൻദാസ്, രാജീവ് രവി, ജിത്തു ജോസഫ്, നമ്മുടെ ലാൽ സർ, അനിൽ രാധാകൃഷ്ണ മേനൻ, ഇവരിലൊക്കെ സിനിമ കണ്ട ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ഐ എം പ്രൗഡ് ഓഫ് യു മൈ ബോയ് എന്ന് പറയുമ്പോൾ ഉള്ളൊരു, നമുക്ക് ഇത്രയും വർഷത്തെ ഒരു സോ കോൾഡ് സ്ട്രഗിൾസിന്റെ ഒരു വാലിഡേഷൻ ആണല്ലോ അത്. ഇറസ്പെക്ടീവ് ഓഫ് ദ റിസൾട്ട് ഓഫ് ദ ഫിലിം, ലൈക്ക് ഐ സീ യു, ഐ സീ ദി എഫേർട്ട് ദാറ്റ് യു മെയ്ഡ്, ഐ എം പ്രൗഡ് ഓഫ് യു ഉള്ളൊരു സാധനം അത് ഒക്കെ കേൾക്കാൻ കൊതിക്കുന്നുണ്ടല്ലോ. അപ്പൊ അത് കേട്ടപ്പോ ഒരു ബ്യൂട്ടിഫുൾ ഫീലിംഗ് ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ എന്റെ ഫാമിലി ഓൾസോ, റൈറ്റ്? അവര് നമ്മുടെ ചുറ്റുമുള്ള കുറെ ആൾക്കാർ ഔട്ട് ഓഫ് കൺസേൺ ചോദിക്കുമല്ലോ, ഇവൻ ഇങ്ങനെ സിനിമ പിടിച്ച് നടക്കുന്നത് ശരിയാണോ, അത് എന്തെങ്കിലും പ്രോപ്പർ ജോലി കൊടുക്കണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം നമ്മൾ ഒരു ഫിലിം ഓൺ ദ ബിഗ് സ്ക്രീൻ റിലീസ് ചെയ്തതിനു ശേഷം ഫാമിലീസ് ഒക്കെ അവരുടെ മനസ്സിലുള്ള ഒരു ആശ്വാസം ഉണ്ടല്ലോ, ദാറ്റ് ഓക്കെ വി സ്റ്റുഡ് ബൈ ഹിം ബട്ട് ആൻഡ് ഹി ഡിഡ്ന്റ് ലെറ്റ് us down. അതിന്റെ ഒരു സമാധാനം കൂടെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഓൾറൈറ്റ്. നമുക്ക് ഫോർട്ട് കൊച്ചിയിലേക്ക് തിരിച്ചു വരാം. ലൈക്ക് ഫ്രം ദ സ്ലാങ് ടു ദ ബട്ടർ ഫ്രൂട്ട് ഷേക്ക്, ഫോർ ഓൾ ദോസ് ഹു ഹാവ് ലിവ്ഡ് ഓർ ബിൻ ടു ഫോർട്ട് കൊച്ചി അറ്റ്ലീസ്റ്റ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇൻ ഫാക്ട് ഫോർട്ട് കൊച്ചിയും ഈ സിനിമയിലെ ഒരു കഥാപാത്രമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ബിക്കോസ് ദാറ്റ്സ് ഹൗ ഇമ്പോർട്ടന്റ്
ദിസ് പ്ലേസ് ഇസ് ഇൻ ദിസ് മൂവി. ഈ ഒരു എസെൻസ് സ്ട്രോങ്ലി ഇതിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു പ്രോസസ്സ് ശരിക്കും എങ്ങനെയായിരുന്നു? സോ ഞാൻ ആസ് യു മൈറ്റ് ഹാവ് അണ്ടർസ്റ്റുഡ് ഫ്രം മൈ ലാംഗ്വേജ് ഓർ ദ വേ ഐ സ്പീക്ക്, ഞാൻ എന്റെ റൂട്ടിങ് അത്രയും സ്ട്രോങ് അല്ല ഇവിടെ. എന്റെ മലയാളം സത്യം പറഞ്ഞാൽ കുറച്ച് വീക്കാണ്. സോ അതുകൊണ്ട് തന്നെ ഐ റെക്കഗ്നൈസ്ഡ് ഏർലി ഓൺ ദാറ്റ് ഞാൻ ഈ ഒരു കഥ ഞാൻ ഒരു സീൻ ഓർഡർ വരെ സെറ്റ് ആക്കും. അത് കഴിഞ്ഞിട്ട് ഇതിൽ ആ ഒരു ഫോർട്ട് കൊച്ചി ഫ്ലേവർ അല്ലെങ്കിൽ ആ ഒരു ഹാർട്ട് ഓഫ് ഫോർട്ട് കൊച്ചി ഒന്ന് ഫീൽ ചെയ്യണമെങ്കിൽ വേറൊരാളുടെ എക്സ്പെർട്ടീസും കൂടെ വേണം. അങ്ങനെയായിരുന്നു നമ്മള് സനൂപ് ഐക്കോട് എന്നുള്ള ഒരു റൈറ്റർ ഡയറക്ടറിനെ ഇതിലേക്ക് കൊണ്ടുവരുന്നത്. സനൂപ് ആൻഡ് ഹിസ് ബ്രില്യൻ ടീം ഓഫ് 2 അസോസിയേറ്റ്സ് അമൽ ഷാ ആൻഡ് ആദർശ്, അവരാണ് പിന്നെ ഇതിലേക്ക് വന്ന് ഇതിനെ ഒരു കോമഡി ഒക്കെ സെറ്റ് ചെയ്ത് ക്യാരക്ടേഴ്സിന് ഒരു ലൈഫ് ഒക്കെ കൊണ്ടുവന്ന് ഭയങ്കര ബിലീവബിലിറ്റി കൊണ്ടുവന്ന്. എനിക്കാകെ ഇതില് ഞാൻ കൂടുതൽ ഫോക്കസ്ഡ് ഓൺ ലൈക്ക് ദ ഫിൽം മേക്കിംഗ് സൈഡ് ഓഫ് ഇറ്റ്, അല്ലെങ്കിൽ ദ സ്റ്റൈൽ സൈഡ് ഓഫ് ഇറ്റ്, ദ സ്ട്രക്ചറിങ് ഓഫ് ഇറ്റ് ഓൾ. ഇതിലെ ഒരു ഹാർട്ട് ഒക്കെ അവര് കൊച്ചി കണ്ട് വളർന്നിട്ടുള്ള ടീംസ് ആണ്. സോ അങ്ങനെയാണ് നമുക്ക് ആ ഒരു റൂട്ടിങ് കൊണ്ടുവരാൻ പറ്റുക. കാരണം ഈ ഒരു ഇവിടുത്തെ ആ ഒരു സ്പീക്കിംഗ് സ്റ്റൈലും ഈ ക്യാരക്ടേഴ്സ് ഒക്കെ എങ്ങനെയാണെന്നും ആ ഫോർട്ട് കൊച്ചിനെ നമ്മൾ റൊമാൻറ്റിസൈസ് ചെയ്തിട്ടുള്ള രീതിയാണെങ്കിൽ പോലും അതൊക്കെ സനൂപിന്റെയും ടീമിന്റെ ഒക്കെ ഒപ്പം ഉള്ള ഒരു കൊളാബറേഷൻ ഉണ്ടായിട്ടുള്ള ഒരു സാധനമാണ്. പ്ലസ് ബട്ടർ ഫ്രൂട്ട് ഷേക്ക് ആ ഒരു ആസ്പെക്ട് മാത്രം അതെന്റെ. ഐ ലവ് ദി അവക്കാഡോ ഷേക്സ് യു ഗെറ്റ് ഇൻ കൊച്ചി. അത് അംബേദ്കർ കൂൾ ബാർ ആൻഡ് റിനു സ്കൂൾ ബാർ എന്ന് പറഞ്ഞ 2 ഫേമസ് സ്ഥലങ്ങളുണ്ട്. അവിടെ എപ്പോഴും പോയ 70 രൂപ അവക്കാഡോ ഷേക്സ്. നമ്മള് മട്ടാഞ്ചേരി സൈഡിൽ ഷൂട്ട് ചെയ്തപ്പോ എന്നും കാരണം ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി വലിയൊരു ഏരിയ അല്ലല്ലോ. അപ്പൊ നമ്മൾ എവിടെ ആ സൈഡിൽ ഷൂട്ട് ചെയ്യുവാണെങ്കിലും ലഞ്ചിന് ശേഷം ഞാൻ ഒരു വണ്ടി കയറിയിട്ട് ഒരു ചേട്ടന്റെ ഒപ്പം റിനോസ് അല്ലെങ്കിൽ അംബേദ്കറിൽ പോയി ഒരു ഷേക്ക് കുടിച്ചിട്ടാണ് പിന്നെയും തിരിച്ച് ഷൂട്ടിൽ വരിക. സോ അത് ഈ സിറ്റി സൈഡിൽ ഇപ്പൊ കുറെ ബട്ടർ ഫ്രൂട്ട് ഷേക്സ് കിട്ടുന്ന കടകളൊക്കെ ഉണ്ട്. പക്ഷെ നത്തിങ് കംസ് ക്ലോസ് ടു ആ ഒരു കൊച്ചി സൈഡിലുള്ള എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. എന്തോ ഉണ്ട് കേട്ടോ. കൊച്ചിക്കാരന് ഒരു സ്നേഹം കൂടി ആയിരിക്കും കേട്ടോ. കാരണം ഞാൻ തുറമുഖം എന്ന് പറഞ്ഞൊരു സിനിമയിൽ അസിസ്റ്റ് ചെയ്യുന്ന സമയത്തും ദാറ്റ് വാസ് ബേസ്ഡ് ഓൺ ഫോർട്ട് കൊച്ചി. അപ്പം രാജീവ് സാറിനൊപ്പം അസിസ്റ്റ് ചെയ്യുന്ന സമയത്ത് റിസർച്ചിന്റെ ഭാഗമായിട്ട് ഒരു 3 മാസത്തോളം ഞാൻ ഫോർട്ട് കൊച്ചി സൈഡിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ തൊട്ട് ഞാൻ കാണുന്നതാണ് കൊച്ചിക്കാരുടെ ഒരു സ്നേഹം, ദ സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി, ദ സെൻസ് ഓഫ് നോട്ട് വർക്കിംഗ്, നെവർ എക്സിസ്റ്റിംഗ് അലോൺ. They always exist together. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ഒരു ഗ്രൂപ്പ് സിനിമയായിട്ട് ലൈക്ക് എല്ലാവർക്കും അത് ഫീൽ ചെയ്യുന്നത്. It's about a bunch of friends. അതൊക്കെ ഞാൻ ആ സമയത്ത് ബാക്ക് ഇൻ 2018 സംതിങ് ഞാൻ അന്ന് ഇംബൈബ് ചെയ്ത ഒരു സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി ആൻഡ് ലവ് ആണ് ഈ സിനിമയിൽ നമ്മൾ പ്ലേസ് ചെയ്യാൻ നോക്കിയിട്ടുള്ളത്. All right, and of course let's also talk about the big M of Bollywood, Mammootka. Just tell us about him. What was it like working with him? What was it like directing him? What a legend. ഞാൻ അന്ന് ഇപ്പൊ നമുക്ക് ഒരു 2 days ബാക്ക് നമുക്ക് ഒരു സക്സസ് മീറ്റ് ഉണ്ടായിരുന്നു മമ്മൂക്കയോടൊപ്പം. ഞാൻ അന്ന് പറഞ്ഞ അതേ സാധനം അതേ കാര്യമാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്. ദാറ്റ് മമ്മൂക്ക ഇസ് ഫേമസ് ഫോർ ഗിവിംഗ് ഡെബ്യൂ ഡയറക്ടേഴ്സ് എ ചാൻസ്. ആ ഒരു ലിസ്റ്റിലേക്ക് എന്റെ പേരും കൂടെ ഇപ്പൊ ഇൻക്ലൂഡഡ് ആയതിന്റെ പേരിൽ ഐ എം സോ ഗ്രേറ്റ്ഫുൾ. കാരണം നമുക്കൊക്കെ വി നോ ഹീസ് an acting god. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ what is it that makes him want to like work with younger filmmakers? ഇപ്പോഴും ആ ഒരു hunger for acting ഇല്ല, അത് മാറിയിട്ടില്ല. Okay. And he's done so many films and he never fails to surprise us. നമുക്ക് എപ്പോഴും പുതിയ എക്സ്പെരിമെന്റ്സ് ചെയ്യണം എന്നുള്ള ഒരു ഹങ്കർ ഉണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് I was given the opportunity to pitch this project to him. ആ ഒരു ഗസ്റ്റ് റോളിൽ വാൾട്ടർ എന്നുള്ള ഒരു ബെഹീമത്ത് like characterനെ ഒന്ന് portray ചെയ്യാൻ നമുക്ക് very graciously accepted. I had 4 beautiful days to work with him. Wonderful. ഞാൻ ചോദിച്ചോട്ടെ, മമ്മൂക്കന്റെ അതായത് വാൾട്ടർ എന്ന കഥാപാത്രത്തിന്റെ കോസ്റ്റ്യൂമും ലുക്കും വാസ് ഇറ്റ് ബേസ്ഡ് ഓൺ അണ്ടർടേക്കേഴ്സ് ബൈക്ക് ലുക്ക് ഓർ സംതിങ് ബൈ എനി ചാൻസ്? ഒരു ലൂസ് ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നു ഓഫ് ലൈക്ക് നമുക്ക് അണ്ടർടേക്കറിന്റെ പഴയ അമേരിക്കൻ ബാഡ് ആസ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. പുള്ളി ഈ ഒരു ബൈക്കിലൊക്കെ വരുന്നു. പക്ഷെ ബൈക്കും ആ ഒരു ബാൻഡാന ഒക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് അതിൽ കൂടുതൽ നമ്മൾ അങ്ങനെ പുഷ് ചെയ്യാൻ നോക്കിയില്ല. ബിക്കോസ് അഗൈൻ ഇതൊരു ഇറ്റ്സ് എ മലയാളം ഫിലിം, സോ അത് ആ ഒരു റൂട്ടിൽ നമുക്ക് ഒരിക്കലും വി കാന്റ് ഇഗ്നോർ ദാറ്റ്. അപ്പൊ ഒരു ലൂസ് ഫൗണ്ടേഷൻ മാത്രം ഉണ്ടായിരുന്നു. അതല്ലാണ്ട് ഒരു പക്കാ കൊച്ചിക്കാരൻ, പണ്ട് 90s കണ്ടുകൊണ്ടിരുന്ന ടൈപ്പ് കൊച്ചിക്കാരുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു എക്സെൻട്രിക് ക്യാരക്ടറിന് ആ ഒരു ബേസ് ആയിരുന്നു നമ്മളൊക്കെ കൂടുതൽ ഡിസൈഡ് ചെയ്തിരുന്നത്.
Advait, also let me ask you, ഇതല്ലാണ്ട് ഇനി കറന്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അപ്കമിംഗ് ആയിട്ടുള്ള മറ്റ് പ്രോജക്റ്റുകളെ കുറിച്ചും കൂടെ ഒന്ന് സംസാരിച്ചു പോവാം. സോ ഇപ്പോ കറന്റ്ലി എന്റെ ഐ ഹാവ് എ ഫ്യൂ സ്ക്രിപ്റ്റ്സ് ഇൻ ഹാൻഡ്, കുറച്ച് സ്റ്റോറീസും ഒക്കെ ഉണ്ട്. അതിനി ഒന്നും കൂടെ, കാരണം ഇപ്പോ കഴിഞ്ഞ ഒരു 2.5 years ചത്തപ്പച്ചയുടെ പുറകെ തന്നെയായിരുന്നു. അപ്പൊ എല്ലാത്തിനും കുറച്ചൊരു അപ്ഡേറ്റിംഗ് ആവശ്യമുണ്ട്. ഓവർ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് എനിക്ക് അതൊന്ന് നോക്കാനുണ്ട്. അതേപോലെ ഐ വോണ്ട് ടു ലിസൺ ടു ന്യൂ സ്റ്റോറീസ്. എനിക്ക് പല റൈറ്റേഴ്സിനൊപ്പം വർക്ക് ചെയ്യാനും താല്പര്യമുണ്ട്. അപ്പൊ ഇപ്പൊ ഐ എം ഓൾസോ ടേക്കിംഗ് അപ്പ് മീറ്റിംഗ്സ്. അത് ആക്ച്വലി കഴിഞ്ഞൊരു 1.5 months ആയിട്ട് ഞാൻ പല റൈറ്റേഴ്സിനെയും മീറ്റ് ചെയ്യുന്നുണ്ട് ത്രൂ in the middle of post-production and all that. Just to hear stories, to see what excites me. കാരണം ഇനിയും പുതിയ കോൺസെപ്റ്റ്സ് ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. കാരണം മലയാളം സിനിമയിൽ ഇപ്പൊ എന്തും പോസിബിൾ ആണ്. ആ ഒരു അതിന്റെ പേരിൽ എനിക്ക് നല്ല ഐ എം വെരി ക്ലിയർ അബൌട്ട് ദാറ്റ് മലയാളം സിനിമ ക്യാൻ അക്കോമഡേറ്റ് എവറിത്തിങ്. അപ്പോ ഐ എം എക്സൈറ്റഡ് ടു സീ എന്തായിരിക്കും. താങ്ക് യു സോ മച്ച്. അദ്വൈത്, ഈ ഒരു ഇന്റർവ്യൂ റാപ്പപ്പ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരു ചിന്ന റാപ്പിഡ് ഫയർ റൗണ്ട് കൂടെ, ഓക്കെ ആണോ? One scene in Chattapacha that is super closest to your heart. It would have to be again Vetri ആദ്യമായിട്ട് എണീറ്റ് കൊച്ചിനെ കാണുന്ന ഒരു സീൻ. Okay, all right, okay. An actor you would love to collaborate with next? Mr. Mohanlal. Okay. I'm a big Mohanlal fan. Okay, all right, okay. ഒരു ഡയറക്ടർ അല്ലായിരുന്നെങ്കിൽ what would you have been doing today? So ഞാനത് പലതവണ ആലോചിച്ചിട്ടുണ്ട്. എനിക്ക് ഫിൽം മേക്കിംഗ് അല്ലാണ്ട് ഐ എം നോട്ട് റിയലി ഗുഡ് അറ്റ് എനിത്തിങ് എൽസ്. ഇതും ട്രൈ ചെയ്താണ് ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റിയിരിക്കുന്നത്. പക്ഷെ പ്രോബബ്ലി ആർക്കിടെക്ചർ അതായിട്ട് എന്തെങ്കിലും ബേസ്ഡ് ആയിട്ടൊക്കെയാണ്. എനിക്ക് ഈ ഡിസൈൻ ഫീൽഡ് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഓൾ റൈറ്റ്, ഓക്കെ. പഠിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരു ഭാഷ, ഇതുവരെ അറിയത്തില്ല, പക്ഷെ പഠിക്കണം എന്ന് ആഗ്രഹമുള്ള ഏതെങ്കിലും ഒരു ഭാഷയുണ്ടോ? നോ പെർട്ടിക്കുലർ റീസൺ ഫ്രഞ്ച്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഡ്യൂലിംഗ് പോലെ എനിക്ക് എന്തോ ഒരു 1050 days സ്ട്രീക്ക് എന്തോ ഞാനിപ്പോ ഫ്രഞ്ച് ചുമ്മാ പഠിച്ചോണ്ടിരിക്കുക. ഞാനിവിടെ സ്പാനിഷ് പഠിക്കാനായിട്ടൊക്കെ തുടങ്ങി, പക്ഷെ പഠിക്കൽ തുടങ്ങിയിട്ടില്ല. ലോഗിൻ ഒക്കെ ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ചു, പൈസയും കൊടുത്തു, പക്ഷെ പഠിക്കൽ ഇതുവരെ തുടങ്ങിയിട്ടില്ല. എന്തെങ്കിലുമൊക്കെ അവിടെ വരെ ട്രാവൽ ചെയ്യാൻ പറ്റിയാലോ അടിപൊളിയായിരിക്കും. Definitely. What kind of stories do you know you'll never make? There's nothing I would not make. എനിക്ക് ട്രൈ ചെയ്യാൻ കുറച്ച് പേടിയുള്ള ഒരു ജോണർ വുഡ് ബി ഹൊറർ. കാരണം ഹൊറർ പുതിയതായി ഒരു ന്യൂ രീതിയിൽ കാണിക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. The most difficult genre is comedy for sure. അതിൽ എനിക്ക് ഒരു ഡൗട്ടും ഇല്ല. പക്ഷെ കോമഡി എനിക്ക് പിന്നെയും ട്രൈ ചെയ്യാൻ, ഹൊറർ എനിക്ക് കുറച്ച് പേടിയാണ് ട്രൈ ചെയ്യാൻ. ഐ ലവ് ഹൊറർ ഫിലിംസ്. ഇതുകൊണ്ടൊക്കെയാണ് എനിക്ക് രാഹുൽ സദാശിവൻ എന്ന ഫിലിം മേക്കറിനെ ഭയങ്കര റെസ്പെക്ട് ഉള്ളത്. കാരണം പുള്ളി ആ സ്പേസിൽ എന്തൊക്കെ ഫ്രഷ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നു അതൊക്കെ ചെയ്യുന്നുണ്ട്. Of course. And finally, ഇതൊരു hypothetical situation ആണ്. One day you can live as a WWE wrestler. Who would you be waking up as and what would you be doing first thing? I would love to wake up as John Cena. Ooh, you can't see me. Okay. Yes, absolutely. And just to see ഇപ്പോ ജോൺ സീനയുടെ എൻട്രൻസസ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, പല ആംഗിൾ സീനും കണ്ടിട്ടുണ്ടല്ലോ. പക്ഷെ ജോൺ സീനയുടെ ആംഗിളിൽ നിന്ന് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. I would love to see what it's like. കാരണം എത്രയോ വർഷങ്ങളായിട്ട് പുള്ളി ഇതേ രീതിയിൽ എൻട്രൻസസ് ഒക്കെ ചെയ്യുന്നു. The crowd is different, but the roar is always the same. It's deafening, right? എന്നാലും I can tell that John Cena will never get tired of it. ആ ഒരു പെർസ്പെക്റ്റീവ് എന്തായിരിക്കും? കാരണം ആ ഒരു റോർ കേൾക്കുമ്പോഴത്തേക്ക് പുള്ളി ഇപ്പൊ എത്ര എക്സ്ട്രീം സ്റ്റൺസ് ചെയ്യാൻ പോവാണെങ്കിൽ ആ റോർ ഒന്ന് കേട്ട് കഴിഞ്ഞാൽ പുള്ളിയും ഐ എം ഷുവർ ഹി മസ്റ്റ് ബി ഫീലിംഗ് വേറെ എന്നാവാ ഇവരെ കാണിച്ചു കൊടുക്കാം. അതെനിക്കൊന്ന് ആ പെർസ്പെക്റ്റീവ് ഒന്ന് കണ്ടാൽ കൊള്ളാം. അത് കൊള്ളാം. ഓക്കെ, എന്തായാലും താങ്ക് യു സോ മച്ച് അദ്വൈത് നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത്. ആൻഡ് വൺസ് അഗൈൻ എ ബിഗ് താങ്ക് യു ഫോർ സംതിങ് ആസ് അമേസിംഗ് ആസ് ചത്തപ്പച്ച. വി അബ്സല്യൂട്ട്ലി ലവ്ഡ് ഇറ്റ്. ആൻഡ് ഓൾസോ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ അടുത്ത് ഇഫ് ദേ ഹാവൻറ്റ് ഓൾറെഡി വാച്ച്ഡ് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ്, പ്ലീസ് ഡു ടെൽ ദം ടു ഡെഫിനറ്റ്ലി വാച്ച് ഇറ്റ് ഇൻ ദ തിയേറ്റർ. യെസ്, പ്ലീസ് ഡു. എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് ഒരു വലിയ ഗ്രൂപ്പായിട്ട് കാണുക. കാരണം ദിസ് ഫിലിം ഹസ് ബീൻ മെയ്ഡ് ഫോർ ദ ബിഗ് സ്ക്രീൻ എക്സ്പീരിയൻസ്. ഒരു സെലിബ്രേഷൻ ആണ്. ഇറ്റ് ഈസ് ഒരു WWE പടം മാത്രമല്ല, ഒരു നൊസ്റ്റാൾജിക് പടം കൂടെയാണ്. ഇറ്റ് ഈസ് എ സെലിബ്രേഷൻ ഓഫ് ഫ്രണ്ട്ഷിപ്പ്. ഇറ്റ്സ് എ സെലിബ്രേഷൻ ഓഫ് ബ്രദർഹുഡ്. ഇറ്റ് ഈസ് എ ഫിലിം അബൌട്ട് underdogs and the second chances that life gives them. അപ്പോ ആ
ആ ഒരു റിലേറ്റബിൾ ഫാക്ടറും കൂടെ ഉണ്ട്. അതുകൊണ്ട് എല്ലാരും വലിയ ഗ്രൂപ്പ്സ് ആയിട്ട് പോയി കാണുക ആൻഡ് ഹാവ് ഫൺ അറ്റ് ദ മൂവീസ്. താങ്ക് യു അദ്വൈത്, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അപ്പൊ അതോടുകൂടി എന്നാലും ഇന്നത്തെ സ്റ്റാർസ് ഓൺ എയറും ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത ആഴ്ച ഇതുപോലെ മറ്റൊരു സെലിബ്രിറ്റിയും കുറേ അധികം വിശേഷങ്ങളുമായി നമുക്ക് കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺഡ് ആൻഡ് കീപ് ലിസ്ണിംഗ് ടു റേഡിയോ മലയാളം 98.6, Qatar's #1 റേഡിയോ സ്റ്റേഷൻ.